ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1 ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ആക്ട് ഇന്ത്യയിൽ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്റ്റേറ്റിലും അപ്ലിക്കബിൾ ആണ്. 266 സെക്ഷനാണ് 4 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലുള്ളത്. ഇതിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത 4 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ജനറൽ പ്രിവിലേജ് ഓഫ് ലോ ഓഫ് കോൺട്രാക്റ്റ്, അതാണ് ഒന്നാമത് പറയുന്നത്, അഥവാ കോൺട്രാക്റ്റ്. അത് സെക്ഷൻ 1 മുതൽ 75 വരെയാണ്. രണ്ടാമത് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. അത് പിന്നീട് വേറൊരു ആക്റ്റാക്കി മാറ്റി, അതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. പിന്നെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റുകളാണ്, അതാണ് 125 മുതൽ 238 വരെ. പിന്നെ ഉള്ളതാണ് കോൺട്രാക്ട് റിലേറ്റഡ് ടു പാർട്ണർഷിപ്പ്, അതും പിന്നീട് വേറൊരു ആക്റ്റാക്കി മാറ്റി, പാർട്ണർഷിപ്പ് ആക്ട് 1932. ഇത് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് കോൺട്രാക്റ്റ്? കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് കോൺട്രാക്ട് ആസ് ആൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ അറ്റ് ലോ. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു അഗ്രിമെൻറ്റ് നിയമസാധുത കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഒരു അഗ്രിമെൻറ്റിന് നിയമസാധ്യത കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. നോക്കാം. കോൺട്രാക്റ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ടു ഡു ഓർ നോട്ട് ടു ഡു ആൻ ആക്ട് ഓഫ് എ കോൺട്രാക്റ്റ് ഈസ് ലീഗലി ബൈൻഡിങ് അഗ്രിമെൻറ്റ്. ലീഗലായിട്ട് ബൈൻഡ് ചെയ്ത ഒരു അഗ്രിമെൻറ്റ്, ആ അഗ്രിമെൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതൊരു അഗ്രിമെൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? എൻഫോഴ്സബിൾ അറ്റ് ലോ, അഥവാ നിയമസാധ്യത ഉണ്ടായിരിക്കണം. നിയമത്തിൽ അത് അനുകൂലമാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന ഒരു അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കോൺട്രാക്റ്റ്, ശരിയായിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കേണ്ടത്? അതിൽ ഒന്നാമത്തെ പോയിന്റാണ് എഗ്രിമെൻറ്റ്. നമ്മൾ മുകളിൽ എഗ്രിമെൻറ്റ് പറഞ്ഞു അല്ലേ? എഗ്രിമെൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം. എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിലേ അതൊരു കോൺട്രാക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്താണ് എഗ്രിമെൻറ്റ്? എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ, അഥവാ ഒരു ഓഫറും ആ ഓഫറിൻ്റെ ആക്സെപ്റ്റൻസും കൂടി കൂടിയതാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിലുള്ള എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ എന്ത് ചെയ്തു, 2000 രൂപക്ക് ഞാനിത് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾ വന്ന് പറഞ്ഞു, ഞാനത് 2000 രൂപക്ക് ഞാനത് വാങ്ങിക്കോളാം, എനിക്ക് വേണം, ഞാൻ 2000 രൂപ തരാം, പകരം എനിക്ക് ഫോൺ തന്നാൽ മതി എന്നൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു അഗ്രിമെൻ്റ് ആക്കി മാറ്റാൻ പറ്റും. കാരണം എന്താണ്? അവിടെ ഒരു ഓഫറും നടന്നിട്ടുണ്ട്, ഒരു ആക്സെപ്റ്റൻസ് ഓഫ് ഓഫറും നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഞാൻ 2000 രൂപക്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഫറാണ് അല്ലേ? ആ ഓഫർ മറ്റൊരാൾ സ്വീകരിച്ചു, ഞാൻ 2000 രൂപക്ക് അത് വാങ്ങിക്കോളാം, എനിക്ക് ഫോൺ തന്നാൽ മതി, ഞാൻ ക്യാഷ് തരാം. അത് ആക്സെപ്റ്റൻസ് ഓഫ് ഓഫറാണ്. ഇത് രണ്ടും കൂടി ചേർന്നാലാണ് ഒരു അഗ്രിമെൻ്റ് ആവുകയുള്ളൂ. ഇത് രണ്ടും പൂർണ്ണമായി രണ്ടാളും സമ്മതത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് അതൊരു അഗ്രിമെൻ്റ് ആവുകയുള്ളൂ. ഇനി ഈ അഗ്രിമെൻ്റ് എങ്ങനെയാണ് കോൺട്രാക്റ്റ് ആവുന്നത്? അഗ്രിമെൻ്റ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ ആയിക്കഴിഞ്ഞാൽ, അഥവാ നിയമസാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? അതൊരു കോൺട്രാക്റ്റായി മാറും. ഈ എൻഫോഴ്സബിലിറ്റി ബൈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഇപ്പം നമ്മൾ ഒരു അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി, ഞാനൊരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞു, ഒരാൾ വാങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊടുക്കുന്ന സാധനം ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു സാധനമാണെങ്കിലോ, ഒരു ഇല്ലീഗലായിട്ട് അങ്ങനെ വിൽക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കൈവശം വെക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് എങ്കിൽ അവിടെ എൻഫോഴ്സബിലിറ്റി ബൈ ലോ ആ ഒരു അഗ്രിമെൻറ്റിന് ഇല്ല, അത് കോൺട്രാക്റ്റ് ആവില്ല.
അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് എൻഫോഴ്സബിലിറ്റി ബൈ ലോ എന്ന് പറയുന്ന ആ പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ അതെന്താവുള്ളൂ കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. അതായത് നോക്കുക, ലീഗൽ ഓഫർ മെയ്ഡ് ബൈ വൺ പാർട്ടി മസ്റ്റ് ബി ലീഗലി ആക്സെപ്റ്റഡ് ബൈ അതർ പാർട്ടി. ഒരാൾ ലീഗലായിട്ട് ഓഫർ നടത്തുകയും അതുപോലെ തന്നെ ലീഗലായിട്ട് മറ്റൊരാൾ ആ ഓഫറിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താലാണ് അതൊരു എഗ്രിമെൻ്റായി മാറുകയുള്ളൂ. അതാണ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, കൺസെൻറ്റ് ഈസ് സെൻഡ് ടു ദ ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ, അണ്ടു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. അഥവാ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടായിരിക്കണം രണ്ട് പേരും അതിൽ ഓഫർ ആണെങ്കിലും ആക്സെപ്റ്റൻസ് ആണെങ്കിലും രണ്ട് പേരും പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടായിരിക്കണം ആ ഒരു എഗ്രിമെൻറ്റിൽ ചേരുന്നത്. അഥവാ ഈ ഒരു കൺസെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതം കൊടുക്കുക. അപ്പോൾ ഞാൻ ഓഫർ ആണെങ്കിൽ എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഫോൺ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവണം. വാങ്ങാൻ വന്ന ആൾ എന്ത് ചെയ്യണം, പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് ആ ഫോൺ വാങ്ങും ചെയ്യണം. അപ്പോൾ ഇതിന് മറ്റു കാരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഏതൊക്കെയാണ്? കൊയേർഷൻ അഥവാ ഭീഷണിപ്പെടുത്തുക, അണ്ടു ഇൻഫ്ലുവൻസ് അഥവാ സ്വാധീനിക്കൽ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്വാധീനിക്കുക, അല്ലെങ്കിൽ ഫ്രോഡ് വഞ്ചന നടത്തിക്കൊണ്ട് എന്ത് ചെയ്തു കൺസെൻറ്റ് വാങ്ങി, അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു കൺസെൻറ്റ് വാങ്ങി, അല്ലെങ്കിൽ മിസ്റ്റേക്ക് അറിയാതെ മിസ്റ്റേക്കിലൂടെ എന്ത് ചെയ്തു കൺസെൻറ്റ് വാങ്ങി. ഈ പറയപ്പെട്ട കാരണങ്ങൾ ഇല്ലാതെ ഒരാൾക്ക് കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അഥവാ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും ഇല്ലാതെ നമ്മൾ സമ്മതം മൂളിക്കഴിഞ്ഞാൽ അതിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻ അഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. ഒരു അഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലാതെയാണെങ്കിൽ അത് വോയിഡാണ്, അസാധുവാണ്. അഥവാ ഒരു അഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിനൊരു പ്രതിഫലം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ എൻ്റെ ഫോൺ വിൽക്കുന്നത് 2000 രൂപക്കാണ്, അവിടെ കൺസിഡറേഷൻ ഉണ്ട്. ആ 2000 രൂപയാണ് അവിടുത്തെ കൺസിഡറേഷൻ. അപ്പോൾ എൻ്റെ ഫോണിന് ഞാൻ എന്ത് ചെയ്തു 2000 രൂപ വാങ്ങി. അങ്ങനെ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതെന്താവുള്ളൂ എഗ്രിമെൻ്റായി മാറുകയുള്ളൂ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റൂല. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഫോർ സംതിങ് ഇൻ റിട്ടേൺ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പകരം കൊടുക്കുക, അതാണ് കൺസിഡറേഷൻ. അത് പണമാവണം എന്നില്ല, എന്തുമാകാം. ഇനി അടുത്തതാണ് കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടി. അഥവാ പാർട്ടി കോമ്പീറ്റൻ്റ് ആയിരിക്കണം, ഇതിന് തയ്യാറായിരിക്കണം. അതാ നോക്കുക, എവറി പേഴ്സൺ ഈസ് കോമ്പീറ്റൻ്റ് ടു കോൺട്രാക്ട് ഹൂ ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ് ആൻഡ് ഹൂ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആൻഡ് ഈസ് നോട്ട് ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ട് ബൈ എനി ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ്. അഥവാ ഈ ഒരു വ്യക്തി രണ്ടാളാണെങ്കിലും ഓഫർ ചെയ്യുന്ന ആളാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ വരുന്ന ആളാണെങ്കിലും അയാൾ നിയമപ്രകാരം അയാൾ ക്വാളിഫൈഡ് ആയ ആളായിരിക്കണം. അതാണ് കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ 18 വയസ്സുള്ള ആളുകളുമായിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ല, അല്ലെങ്കിൽ ഇൻസൈനാണ്, ഒരു ഭ്രാന്തനായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഒരാളാണ് എങ്കിൽ, ഒരു ഏബിൾ ആയിട്ടുള്ള ആളാണ് എങ്കിൽ അയാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ നമുക്ക് പറ്റൂല. അങ്ങനെ അല്ലാത്ത ഫുള്ളി ഓക്കെ ആയിട്ടുള്ള ഒരാളുമായിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കോമ്പീറ്റൻസി ഓഫ് ദി പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് സെർട്ടൈനിറ്റി ഓഫ് ടേംസ്. അഥവാ നമ്മൾ പറയുന്ന കണ്ടീഷൻസ്, ഇപ്പോൾ ഒരു അഗ്രിമെൻ്റ് വെക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും വെക്കും. ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അതിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാകാൻ പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സെർട്ടൈനിറ്റി ഓഫ് ടേം. ഇപ്പോൾ നോക്കുക, ഞാൻ എൻ്റെ ഫോണ് ഞാൻ വിൽക്കാൻ വെച്ചു 2000 രൂപക്ക്. അയാൾ വന്ന് വാങ്ങി. അപ്പോൾ ഞാൻ 2000 രൂപ വാങ്ങി അയാൾക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ വിൽക്കാൻ നേരത്തെ ഞാൻ പറയാണ് എൻ്റെ ഫോൺ ഇതല്ല, എൻ്റെയൊക്കെ വേറൊരു ഫോണുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിയർ അല്ല. കറക്റ്റായിട്ട് പറയണം, ഇന്ന ഫോണാണ്, എൻ്റെ കയ്യിലുള്ള ഈ ഫോണാണ് ഞാൻ വിൽക്കുന്നത് എന്ന് കറക്റ്റായി പറയണം. അതാണ് ഇവിടെ സെർട്ടൈനിറ്റി ഓഫ് ടേംസിൽ പറയുന്നത്. അടുത്ത പോയിൻ്റാണ് കൺസെൻസസ് ആഡ് ഇഡം. ഇത് ഇംഗ്ലീഷ് പേരല്ല, മറ്റൊരു ഭാഷയിലെ പേരാണ്. അതിൻ്റെ മീനിങ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്.
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ മൈൻഡ് ഓഫ് ബോത്ത് പാർട്ടീസ് മസ്റ്റ് മീറ്റ് ടുഗെദർ ഓൺ ദി ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. എന്താണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് രണ്ട് പേർക്കും പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വിൽക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫോണ് ഈ പണത്തിന് പകരമാണ്. മാത്രമല്ല എൻ്റെ ഫോണ് പൂർണ്ണമായിട്ട് അയാൾക്ക് മനസ്സിലായിട്ട് അതിൻ്റെ പോരായ്മകൾ മനസ്സിലായിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ ക്വാളിറ്റീസും ഡിസ്ക്വാളിറ്റീസും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് തരുന്ന ക്യാഷ് ഇതിന് പകരമായിട്ട് തരും. അങ്ങനെ പരസ്പരം ഇവർ രണ്ടുപേരും ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടുപേർക്കും പൂർണ്ണമായി മാനസികമായി സമ്മതത്തോട് കൂടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് രണ്ടുപേരും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ലോഫുൾ ഒബ്ജക്റ്റ്. ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒബ്ജക്റ്റ് ഓഫ് കോൺട്രാക്ട് മസ്റ്റ് ബി ലോഫുൾ ഇഫ് ദ ഒബ്ജക്റ്റ് ഓഫ് കോൺട്രാക്ട് ഈസ് അൺലോഫുൾ ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ആൻഡ് ഹെൻസ് വോയിഡ്. ഇവിടെ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം അത് ലോഫുൾ ആയിരിക്കണം, ഇല്ലീഗലായിട്ടുള്ള ഒന്നും പാടില്ല. ലക്ഷ്യം എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. അപ്പോൾ ഒരാളെ നമ്മൾ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത് എങ്കിൽ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്. ആ ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുകയില്ല, അതെന്താവും, വോയിഡ് ആകും, അസാധുവായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി ബാക്കി പോയിന്റ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. Tell me pretty lies, look me in the face, tell me that you love me.